Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഡെയിലി MCQs പുതിയ സീരീസ് നമ്മൾ ആരംഭിച്ചു. സോ അതിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സബ്ജക്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ FM-ൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ ഇതാണ്: വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എൻഷുവേഴ്സ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ട്രേഡ് ഓഫ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്പർ 2, ഇൻക്രീസിംഗ് കറണ്ട് അസെറ്റ്സ് ഓൾവേസ് ഇംപ്രൂവ്സ് ലിക്വിഡിറ്റി. നമ്പർ 3, ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് മെഷേഴ്സ് ടൈം ഫ്രം ക്യാഷ് ഔട്ട്ഫ്ലോ ടു ക്യാഷ് ഇൻഫ്ലോ. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള 4 ഓപ്ഷൻ. ഓൺലി 1 ഈസ് ട്രൂ, 1 and 3 ആർ ട്രൂ, 2 and 3 ആർ ട്രൂ, ഓൾ ആർ ട്രൂ. എന്താണ് ആൻസർ വരിക? നമുക്ക് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എൻഷുവേഴ്സ് ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ട്രേഡ് ഓഫ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ലിക്വിഡിറ്റിയുടെയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയുടെയും പ്രോപ്പർ ഒരു ബാലൻസ് വേണം, അല്ലെങ്കിൽ ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നടത്തുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയല്ലേ? നമുക്കറിയാം, ലിക്വിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പം നമ്മൾ കൂടുതൽ ലിക്വിഡ് അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പം ക്യാഷ് അല്ലെങ്കിൽ ഇൻവെൻട്രി കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ബിസിനസ്സിലോട്ട് ഇറക്കാൻ പൈസ ഇല്ലാണ്ടാവും വരും. ദാറ്റ് മീൻസ് പ്രോഫിറ്റബിലിറ്റി അവിടെ കുറയും, പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. ലിക്വിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. അതുപോലെ തന്നെയാണ് വൈസ് വേഴ്സിയ. നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എമൗണ്ടും ബിസിനസ്സിലോട്ട് ഇറക്കാണ്. നമ്മൾ തീരെ ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ എമൗണ്ട് കീപ്പ് ചെയ്യണില്ല. സോ അത് വളരെ റിസ്ക് ആയിരിക്കും, അല്ലേ? നമുക്ക് ലിക്വിഡായിട്ട് കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വില റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ റീപേ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ റിസ്ക് പൊസിഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ദ റിക്വയർഡ് എ പ്രോപ്പർ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. എത്രത്തോളം നമ്മുടെ പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിലോട്ട് ഇറക്കണം, ദെൻ എത്രത്തോളം നമ്മൾ കീപ്പ് ചെയ്യണം ലിക്വിഡായിട്ട് എന്നുള്ളത് ഒരു ഒപ്റ്റിമം ലെവല് വേണം എന്നുള്ളതാണ്. സോ അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിലാണ് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, ഇൻക്രീസിങ് കറണ്ട് അസെറ്റ്സ് ഓൾവേസ് ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി. കറണ്ട് അസെറ്റ് നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യുന്നതിലൂടെ, ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, കറണ്ട് അസെറ്റിൽ കൂടുതൽ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീൻ ചെയ്യുന്നത് എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള, അല്ലെ, ലിക്വിഡിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി കുറയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ കറണ്ട് അസെറ്റ്സിലോട്ട് നമ്മൾ കൂടുതൽ എമൗണ്ട്, അസെറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻവെൻട്രി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് കൂടും, അല്ലേ? ക്യാരിയിങ് കോസ്റ്റ് കൂടും, അല്ലെ? നമ്മുടെ പൈസ കൂടാണ്, നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോവുകയാണ് ചെയ്യുക. സോ അത് പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കുകയാണ് ചെയ്യുക. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്. മൂന്നാമത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെഷേഴ്സ് ടൈം ഫ്രം ക്യാഷ് ഔട്ട്ഫ്ലോ ടു ക്യാഷ് ഇൻഫ്ലോ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പിന്നെ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം സെയിൽ ചെയ്യുന്നു, ദെൻ നമ്മൾ കളക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ട വിറ്റതിന് ശേഷമുള്ള പൈസ കളക്ട് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. ദാറ്റ് മീൻസ് ക്യാഷ് ഔട്ട്ഫ്ലോ ടു ക്യാഷ് ഇൻഫ്ലോ, അതിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്.
സോ 1ഉം 3യും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ടു നമ്പർ 7. Higher leverage always increases shareholders' returns without risk. First statement. Number 2, leverage magnifies both return and risk. Number 3, optimal capital structure balances tax benefits and bankruptcy cost. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ളത്. 2 is true only, 1 and 3 is true, all are true. നമുക്ക് നോക്കാം. Number 1, higher leverage always increases shareholders' return without risk എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിവറേജ് ആയിട്ടുള്ളൊരു സ്ഥാപനം, ലിവറേജ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുമ്പോഴാണ് നമുക്ക് ഒരു സ്ഥാപനത്തിന് ഫിനാൻഷ്യലി ലിവറേജ്ഡ് ആണെന്ന് പറയാം. സോ കടം നമ്മൾ കൂടുതൽ മേടിക്കുമ്പോൾ അവിടെ റിട്ടേൺ കൂടും, അതനുസരിച്ച് റിസ്ക്കും കൂടും. വിത്തൗട്ട് റിസ്ക് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, വിത്തൗട്ട് റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്, ലിവറേജ് മാഗ്നിഫൈസസ് ബോത്ത് റിട്ടേൺ ആൻഡ് റിസ്ക്. അത് ശരിയല്ലേ? റിസ്ക്കും കൂടും റിട്ടേണും കൂടും. കറക്റ്റ്. ഇനി എന്താ? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ബാലൻസസ് ടാക്സ് ബെനിഫിറ്റ്സ് ആൻഡ് ബാങ്ക്രപ്സി കോസ്റ്റ്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഡെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരാണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ബിസിനസ് ചെയ്യാൻ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റലിനെ നമുക്ക് പല സോഴ്സസിനെയും ഡിപ്പെൻഡ് ചെയ്യാം. കടം മേടിക്കാം, സ്വന്തം അല്ലേ, ഫണ്ട് വയ്ക്കാം, ലോങ് ടൈം ലോണുകൾ എടുക്കാം, സ്ഥാപനത്തിൽ ഓൾറെഡി പൈസ റീറ്റെയിൻ ഏർണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ഇതിൻ്റെ കറക്റ്റ് മിക്സ്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. ഡെറ്റ് ഇക്വിറ്റി മിക്സ്ചറിൻ്റെ, കടവും ഇക്വിറ്റിയും തമ്മിലുള്ള മിക്സ്ചർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവില്ലേ? ആ ടാക്സ് ബെനിഫിറ്റ്സ് ബാങ്ക്രപ്സി കോസ്റ്റുമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ടാക്സ് ബെനിഫിറ്റ്സ് എങ്ങനെയാണ് കിട്ടുക? കടം മേടിക്കുമ്പോഴാണ് ഡെറ്റിനാണ് ടാക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കുക. ടാക്സ് ഡിഡക്ഷൻ പോസിബിൾ ആണ്. ടാക്സ് ഷീൽഡ് അവിടെ ഉണ്ടെന്നുള്ളതാണ് കടത്തിന്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കടം മേടിക്കുന്നുണ്ടാവും. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ആ ടാക്സ് ബെനിഫിറ്റ് കൊണ്ട് നമുക്ക് ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഫിനാൻഷ്യൽ സ്ട്രെസ് പലപ്പോഴും കടം മേടിക്കുമ്പോൾ ആക്ച്വൽ ഓണേഴ്സ് ഫേസ് ചെയ്യും. ഫിനാൻഷ്യൽ സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലീഗൽ കോസ്റ്റോ അല്ലെങ്കിൽ അഡീഷണൽ പൈസകളൊക്കെ വരും. അപ്പോൾ അതാണ് ബാങ്ക്രപ്സി കോസ്റ്റിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് അത് എത്രത്തോളം നമുക്ക് കിട്ടുന്നോ അതും നമുക്ക് ഈ റിസ്കിന് വേണ്ടിയിട്ട്, റിസ്ക് അവിടെ കൂടാണ് ചെയ്യുന്നത്. ആർക്ക്? ആക്ച്വൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കടം മേടിക്കുമ്പോൾ. അപ്പോൾ കടത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റാണ്. അതും നമുക്ക് ഈ റിസ്ക് വരുമ്പോൾ വരുന്ന കോസ്റ്റാണ് ഈ ബാങ്ക്രപ്സി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാൻ പറ്റും. ഇഫ് വി ആർ ഫോളോയിങ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ശരിയാണ്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? ഡെറ്റ് ഇക്വിറ്റി കറക്റ്റ് അല്ലേ? ബാലൻസ്. സോ നമുക്ക് കടത്തിൻ്റെ ബെനിഫിറ്റ് വെച്ചിട്ട് അപ്പുറത്ത് വരുന്ന ഈ കോസ്റ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 കറക്റ്റാണ്. അപ്പോൾ 1ഉം 3യും ആണ് കറക്റ്റ്. അല്ല, 1ഉം 3 അല്ല, 2ഉം 3 ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 1 തെറ്റാണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. Cost of capital is used as a discount rate in project appraisal. Marginal cost of capital is irrelevant for project decision. WACC, weighted average cost of capital, assumes project risk equals firm's average risk. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്പർ 1, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ആസ് എ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ പ്രോജക്റ്റ് അപ്രൈസൽ. കറക്റ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ പറയുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ കടം മേടിക്കുന്നു, ഡെറ്റ് ക്യാപിറ്റലാണ് എങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടത് എന്താ? ഇൻട്രസ്റ്റ് ആണ്. അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡെറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദെൻ എല്ലാ സോഴ്സിൻ്റെയും കടത്തിൻ്റെയും അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റിയുടെയും ഒക്കെ എന്താണ്? മിക്സറാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് ഒരു പ്രോജക്റ്റ് അപ്രൈസിൽ അല്ലേ ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ടൊക്കെ
കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമ്മൾ പറയും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കുക, ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുക. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇറലവൻറ്റ് ഫോർ പ്രോജക്ട് ഡിസിഷൻ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥാപനത്തിന് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ വേണ്ടതായിട്ട് വരുമ്പോൾ അവർ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു. അങ്ങനെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിന്, ആ അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടി വരുന്ന അഡീഷണൽ ഫണ്ടിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ പ്രോജക്ട് ഡിസിഷനിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറലവൻ്റ് എന്ന് പറയുന്നത് തെറ്റല്ലേ? റെലവൻ്റ് ആണ് എന്തായാലും. ഓക്കെ, ഇനി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂംസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓരോ ക്യാപിറ്റലിൻ്റെയും വെയിറ്റ്, നമ്മൾ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു അതിൻ്റെ കോസ്റ്റ്, അപ്പോൾ നമുക്ക് എന്ത് വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. വെയ്റ്റഡ് കോസ്റ്റിൻ്റെ ടോട്ടലാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂംസ് പ്രൊജക്ട് റിസ്ക്, ഒരു പ്രോജക്റ്റിൻ്റെ റിസ്ക്കും ഫേമിൻ്റെ റിസ്ക്കും ആയിട്ട് നമ്മൾ ഈക്വൽ ചെയ്യുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് റിസ്ക് ഉണ്ട്, നമ്മൾ ആ സ്ഥാപനം ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിനുള്ള ഒരു റിസ്ക് ഉണ്ടായിരിക്കുമല്ലോ, അത് തന്നെയായിരിക്കും ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ റിസ്ക്കും എന്നാണ് പറയുന്നത്. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു അസംഷൻ ആയിട്ട് പറയുന്നത്. അത് ആക്ച്വലി ശരിയാണ്, ബട്ട് അതിനൊരു എക്സംഷൻ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, ഓൾറെഡി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ സ്ഥാപനം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോജക്റ്റിൻ്റെ പേര് X എന്നാണ് നിൽക്കുക. അപ്പോൾ A എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു റിസ്ക് ഉണ്ടായിരിക്കുമല്ലോ, ഫേമിൻ്റെ റിസ്ക്. സോ X എന്ന് പറയുന്ന പുതിയൊരു പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ ഇത് പ്രോജക്റ്റിൻ്റെ റിസ്ക്കാ. X എന്ന് പറയുന്നത് ഇതെന്താ, പ്രൊജക്റ്റ് റിസ്ക്കാ. ഈ പ്രോജക്റ്റിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, ഈ പ്രൊജക്റ്റ് റിസ്ക് ഫേമിൻ്റെ റിസ്ക്കും ഈക്വലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഒരു എക്സംഷൻ ആയിട്ട് പറയുന്നത്, ഈക്വൽ ആണെന്ന്. അത് ശരിയാണ്, ബട്ട് ഇതിനൊരു എക്സംഷൻ പറയാൻ സാധിക്കുന്നത് A എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിനൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് A എന്ന് പറയുന്ന കമ്പനി നിൽക്കുന്നത്. അവർ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പുതിയൊരു ബിസിനസ്, പുതിയൊരു പ്രോജക്റ്റാണ് വെക്കുന്നത്. ഇപ്പോൾ ഒരു M എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോജക്റ്റിലോട്ട് ഇറങ്ങുകയാണ്. ഇത് അവർ ഇതുവരെ ചെയ്ത ബിസിനസ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ പ്രോജക്റ്റ്. അങ്ങനെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അസംഷൻ ശരിയാവില്ല. ഫേമിൻ്റെ റിസ്ക്കും പ്രൊജക്റ്റിൻ്റെ റിസ്ക്കും ഈക്വലാണ്. അപ്പോൾ ഇതിനൊരു എക്സംഷൻ ഉണ്ട്, ബട്ട് യൂഷ്വലി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂം ചെയ്യുന്നത് പ്രൊജക്ട് റിസ്ക്കും ഫേമിൻ്റെ റിസ്ക്കും ഈക്വൽ ആണെന്നുള്ളതാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചാലേ ഞാനിത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ 1ഉം 3ഉം ആണ് കറക്റ്റ്, ഓപ്ഷൻ B ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ഓപ്പറേറ്റിംഗ് cash flow is crucial for meeting obligations. Number 2, a firm can be profitable but have negative operating cash flow. Free cash flow subtracts capital expenditure and working capital changes from operating cash flow. ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്. Only 1 is true, 1 and 2 all are true, 2 and 3 are true. നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഈസ് ക്രൂഷ്യൽ ഫോർ മീറ്റിംഗ് ഒബ്ലിഗേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ലിഗേഷൻസ് റീപേ ചെയ്യാനുള്ള പല കാര്യങ്ങൾക്കും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല റീപേയ്മെൻറ്റ് ഇൻ ടൈമിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ശരിയാണ്. ഓക്കെ, ദെൻ എ ഫേം ക്യാൻ ബി പ്രോഫിറ്റബിൾ. ഒരു സ്ഥാപനം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻകം ഉണ്ടായിരിക്കും, ബട്ട് ഹാവ് നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. അവിടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതും ശരിയല്ലേ. പ്രോഫിറ്റബിലിറ്റി നെറ്റ് ഇൻകം നോക്കുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും, അതിൽ ചിലപ്പോൾ
ഏൺഡ് ആയിരിക്കും, നമുക്ക് റിസീവ്ഡ് ആയിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും. മനസ്സിലാവുണ്ടോ? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളത് ഏൺ ചെയ്തു, നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഇൻകം നോക്കുമ്പോൾ അത് അവിടെ പ്രോഫിറ്റബിലിറ്റി കാണാൻ പറ്റും. പലപ്പോഴും അക്രൂഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഫേം പ്രോഫിറ്റബിൾ ആയിരിക്കും ബട്ട് ഹാവ് നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഡേ ടു ഡേ കാര്യങ്ങൾക്കുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ അത് ഇൻക്രീസ് ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആക്കാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിലും അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, റിസീവബിൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ എന്താണ്? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അതിനെ ബാധിക്കുന്നുള്ളതാണ്, ഇല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട എന്താണ് ഐറ്റംസ് മാത്രം വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, വിൽക്കുക, ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കുക, EOQ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിക്കുന്നുണ്ട് റിസീവബിൾ മാനേജ്മെൻറ്റിലാണെങ്കിലും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടില്ല എങ്കിൽ നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അവിടെ സംഭവിക്കും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നെഗറ്റീവ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരും എന്നുള്ളതാണ്. അതും ശരിയാണ്. ഇനി ഫ്രീ ക്യാഷ് ഫ്ലോ എന്താ? ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാണോ അതിൽ നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് എത്രയാണോ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുക. ഫ്രീ ക്യാഷ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ റീപേയ്മെൻറ്റ്, ഡെറ്റ് റീപേയ്മെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആവശ്യാനുസരണം. അതുകൊണ്ടാണ് അതിനെ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ ഇടാം, ആൻഡ് അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് തന്നെ ഇടാം. ഏതും കുറയ്ക്കാൻ പറ്റും ഇതിൽ നിന്ന്. വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് WC, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർക്കിംഗ് ക്യാപിറ്റലും നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക? ഫ്രീ ക്യാഷ് ഫ്ലോ എന്നാണ് പറയുന്നത്. ശരിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്നും ശരിയാ. ഓൾ ആർ ട്രൂ, 1, 2, 3 ആർ ട്രൂ. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ്. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഏജൻസി പ്രോബ്ലംസ് arise when managers and shareholders have conflicting interests. Number 1. Number 2, debt disciplines managers. Number 3, 100% debt eliminates agency problems. 1 is true, 1 and 2 are true, only 3 are true, all are true. നമുക്ക് നോക്കാം. ഏജൻസി പ്രോബ്ലംസ് arise, ഏജൻസി പ്രോബ്ലം വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. വെൻ മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് കോൺഫ്ലിക്റ്റിംഗ്, രണ്ടുപേർക്കും, ഷെയർ ഹോൾഡേഴ്സിനും മാനേജേഴ്സിനും രണ്ടുപേർക്കും രണ്ട് താല്പര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഏജൻസി പ്രോബ്ലം അല്ലേ സംഭവിക്കുന്നത്. കോൺഫ്ലിക്റ്റിംഗ് അല്ലേ ഇൻട്രസ്റ്റ് വരാൻ, രണ്ടുപേരുടെയും താല്പര്യം ഡിഫറെൻ്റ് ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ശരിയാണ്. ഇനി ഡെറ്റ് ഡിസിപ്ലിൻ മാനേജേഴ്സ്, അത് ശരിയല്ലേ? ഡെറ്റ് അവിടെ ഒരു സ്ഥാപനത്തിൽ കൂടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ ആവണം, അവർക്ക് ഇൻ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള റീപേയ്മെൻറ്റ് നടത്തണം, ഒബ്ലിഗേഷൻസ് കൂടും, ഡിസിപ്ലിൻ ആയിരിക്കണം. കറക്റ്റ്. 100% ഡെറ്റ് ആണെങ്കിൽ ഇറ്റ് എലിമിനേറ്റ്സ് ഏജൻസി പ്രോബ്ലം. അതിപ്പോൾ 100% ഡെറ്റ് ആണെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, ഡെറ്റ് ഹോൾഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെ ഏജൻസി പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സും ആയിട്ടാവില്ല അവിടെ പ്രശ്നം ഉണ്ടാവുക, ഡെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ 100% ഡെറ്റ് വെച്ചിട്ട് ഒരു സ്ഥാപനം ഉണ്ടാവില്ല, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണത്. നമുക്ക് അവിടെ എന്തായാലും ഷെയർ ഹോൾഡേഴ്സ് വേണ്ടതായിട്ട് വരും. അപ്പോൾ 100% ഡെറ്റ് ആണ് എങ്കിൽ ഏജൻസി പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരിക്കും, ബട്ട് അവിടെ പ്രോബ്ലം വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടാവില്ല, ഡെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 1ഉം 2 ആണ് കറക്റ്റ് വരിക. സോ ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ FM റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തു.
അപ്പം ഇനി നമുക്ക് നാളെ 8 മണിക്ക് കാണാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം കൂടിയേ തീരൂ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.